ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ബർത്ത്ഡേയുടെ ചെറിയൊരു വ്ളോഗ് കാണാം കേട്ടോ. തലേദിവസം 14-ാം തീയതി 11:54 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെറിയൊരു ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി കറക്റ്റ് 12 മണിയായപ്പോൾ ദേ ഇത് സംഭവിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേയും എൻ്റെ ഭർത്താവിൻ്റെ അതിമനോഹരമായ ബർത്ത്ഡേ വിഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല എൻ്റെ മോൻ എനിക്ക് ചക്കര ഉമ്മയൊക്കെ തന്നിട്ടാണ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം എനിക്കൊരു സർപ്രൈസ് ഇട്ടിട്ടുണ്ടായി. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് പോകാൻ ഞങ്ങൾ അപ്പോഴേക്ക് ഒരു ഡ്രൈവിന് പോയിട്ട് വരാം. ഇതാണ് രമ്യ ചേച്ചീൻ്റെ ഹസ്ബൻഡ്, കസിൻ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. ഞാനും ചേച്ചിയും ഭയങ്കര ക്ലോസ്, ശരിക്കും ഒരു റിയൽ സിസ്റ്റേഴ്സ് പോലെയാണ് കേട്ടോ. ആളെനിക്കൊരു സർപ്രൈസ് ആണ്. കുളിച്ചിട്ട് വന്ന എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒക്കെ ഒരുക്കി രമ്യ ചേച്ചിയും ചിങ്കിച്ചേട്ടനും കേശു അവിടെ എത്തുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ പൂളിൽ പോകുന്ന, ഞാൻ എപ്പോഴും സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോകണ്ടല്ലോ. സോ അവിടെ വന്നിട്ട് അവരവിടെ വരും എന്ന് പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. വന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഞാൻ ഭയങ്കര ലക്കി ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമുക്ക് ചുറ്റിനും നമ്മളുടെ മൂമെന്റ്സിനെ നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സർപ്രൈസ് കൊടുക്കാനും കിട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ഇല്ല. അപ്പൊ ചിങ്കിച്ചേട്ടനും രമ്യ ചേച്ചിയും കേശുവിനൊക്കെ താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ചെറിയ ഡ്രൈവ് എന്തായാലും പിറന്നാളല്ലേ, ഒരു മധുരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കേക്ക് ഷോപ്പിൽ അച്ഛനെ വിളിക്കൂ. അച്ഛേന്ന് വിളിക്ക്. അച്ഛ കാറിൽ നിന്ന് ഇറങ്ങി കടയിൽ പോയപ്പോൾ തുടങ്ങിയതാണ് അച്ഛേന്ന് പറഞ്ഞിട്ടുള്ള വീട്. അങ്ങനെ കിച്ചാമൻ ഒരു ചെറിയ പേസ്ട്രി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പിറന്നാൾ തുടങ്ങുന്ന ഒരു മധുരത്തിൽ നിന്നാണെന്ന് ആൾക്കൊരാഗ്രഹം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബൂബു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. തമ്പു പറയൂ, ഉമ്മ കൊടുക്കൂ. അമ്മക്ക് ഉമ്മ കൊടുക്കൂ. വരും. അതെ, ഞങ്ങളുടെ കുഞ്ഞു ലോകത്ത് ഞങ്ങൾ കുഞ്ഞൊരു കേക്ക് മുറിച്ച് എൻ്റെ ബർത്ത്ഡേ അങ്ങ് തുടങ്ങിയിട്ടോ. ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് യാതൊരുവിധ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. ചെറുതിലേക്ക് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിറന്നാളാവാൻ വേണ്ടിയിട്ട്, പിറന്നാളാകുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല. പക്ഷേ എൻ്റെ ഭർത്താവിന് എന്നെക്കാൾ വലിയ സന്തോഷമാണ് എൻ്റെ പിറന്നാളാവൻ. അപ്പോൾ എന്തായാലും 1 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഒരു മന്തി ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ മന്തി കഴിക്കാൻ നോക്കി കയറി. ഞാൻ കോട്ടുവായ വരെ ഇടാൻ തുടങ്ങി. എനിക്ക് നല്ലോണം ഉറക്കവും വരുന്നുണ്ട് ഗൈസ്. അങ്ങനത്തെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയി കിടന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഉറങ്ങാനുള്ള പ്ലാനാണ്. കാരണം രാവിലെ പിറന്നാളായി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവുക എന്നുള്ളത് നിർബന്ധമാണല്ലോ. കഴിച്ചിട്ട് വീട്ടിൽ Good morning guys. So welcome back to our channel. സോ നമ്മള് പാട്ടുഫി ഓക്കെ, നമ്മളപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയാവാറായി. നമ്മൾ ഇന്നലെ രാത്രി പോയിട്ട് രാവിലെ 2:30 മണി 3 മണിയായപ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ ഈ സമയത്ത് എണീറ്റ് തന്നെ ഇല്ല ആരും. സോ നമ്മളിവിടെ തൊട്ടടുത്തുള്ള പാവങ്കുളങ്ങരയിലും അതുപോലെ തന്നെ ഒരു കുഞ്ഞികൃഷ്ണൻ ടാപ്പിലുണ്ട്, അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചേക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഭർത്താവ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഓ ഓക്കെ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ പോകാനായിട്ട് അമ്പലത്തിലെത്തി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാവങ്കുളങ്ങരയിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞികൃഷ്ണൻ്റെ അമ്പലമുണ്ട്. കുറേ അമ്പലങ്ങളിൽ പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് റെഡി ആയപ്പോൾ 9 മണിയായല്ലോ. പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശ അത് നിർബന്ധമാണല്ലോ. അപ്പോൾ പിന്നെ മസാല ദോശയും കഴിക്കാൻ വേണ്ടി നമ്മൾ ഉടുപ്പിയിൽ കയറി മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത്. തമ്പു ഇപ്പോൾ ഏകദേശം നമ്മൾ കഴിക്കണേക്കാൾ കുറേശ്ശെ കഴിക്കും കേട്ടോ. അങ്ങനെ അവനും മസാല ദോശയൊക്കെ കൊടുത്ത് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി തമ്പുവിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങി. ഈവനിങ്ങിൽ അച്ഛനും അമ്മയൊക്കെ വരും. സോ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പൊരിഞ്ഞ വെയിലായിരുന്നു ഗൈസ്. അങ്ങനെ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേക്ക് ഹട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കിച്ചാൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി സാധനം വാങ്ങാനുണ്ട്, പോകാമെന്ന് പറഞ്ഞു. കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ. സോ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ കിച്ചാൻ പറഞ്ഞു നമുക്കൊരു പിറന്നാൾ കോടി എടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോ മാക്സും കൂടി ഉള്ളൊരു മാളുണ്ട് ഇവിടെ, അവിടേക്ക് പോയിട്ടോ. നമ്മൾ
നമ്മൾ ആദ്യം സ്റ്റുഡിയോയിൽ കയറി കുറച്ചൊക്കെ നോക്കിയെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റുഡിയോയും മാക്സും. സോ മാക്സിൽ കയറി നോക്കിയപ്പോഴേക്കും എനിക്കൊരു സൽവാർ സെറ്റ് ഇഷ്ടപ്പെട്ടു. ദേ ഈ ഒരു സൽവാർ സെറ്റ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ പറയുക, ഇപ്പോൾ വെള്ളേനോടൊക്കെ ഒരു താല്പര്യം കൂടുതലുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി ഞാൻ ദേ കൊതുകിനെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇവിടെ കുക്കിങ്ങിലെ ഭയങ്കര കാര്യത്തിലാണ്. അമ്മയാണ് ഫുഡെല്ലാം എപ്പോഴും ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല കൈപ്പുണ്യാണ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും, പിടിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. മെയിൻ കുക്ക് അമ്മ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ നമുക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫ് ഒലത്തിയത്, മീൻകറി, മീൻ വറുത്തത്, ചോറ്, മോര് കാച്ചിയത്, ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത്. എൻ്റെ അച്ഛൻ അങ്ങനെ ബിരിയാണി കഴിക്കില്ല. അപ്പം അച്ഛന് ചോറും കറിയും എന്തായാലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. കിച്ചാനും ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ കിച്ചാനും കൂടി ദമ്മിടാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ അവിടെ ബീഫ് ഇങ്ങനെ വരട്ടി എടുക്കാം. ഓഫ് എൻ്റെ ദൈവമേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ ബീഫൊക്കെ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എനിക്ക് ബീഫാണ് കൂടുതൽ ഇഷ്ടം ചിക്കനിലും, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ ചോറ്, ബിരിയാണി റൈസ് ഇങ്ങനെ അമ്മ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കിച്ചാനും കൂടി ഇങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അസിസ്റ്റൻറ്റ്, ഞാൻ കിച്ചാനും അസിസ്റ്റൻറ്റ്, അമ്മ മെയിൻ കുക്ക്. അങ്ങനെ നമ്മളിത് ഏകദേശം ഫുൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്തി കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും അച്ഛനും അമ്മ എത്തി. ചേട്ടൻ എത്തിയിട്ടില്ല, അവനെത്തും. അങ്ങനെ അച്ഛനും അമ്മ എത്തിയപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് പലഹാരങ്ങളൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ചേട്ടനൊക്കെ എത്തുമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ചേട്ടനും വന്നു. എൻ്റെ അച്ഛനെയും ചേട്ടനെയും കണ്ടേ തമ്പൂന് അപ്പം തന്നെ സ്കൂട്ടറിൽ കയറണം, എന്താണെന്നറിയില്ല. അവൻ ഭയങ്കര വണ്ടിപ്രാന്തനാണ്. എനിക്ക് തോന്നുന്നു ഒരുമിക്ക പിള്ളേർ ഇപ്പം ഭയങ്കര വണ്ടിപ്രാന്തായിരിക്കും എന്നുള്ളതല്ലേ. എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ? മോളുടെ പിറന്നാളായിട്ട് എന്ത് തോന്നുന്നു? അടിപൊളി, സന്തോഷമായിട്ട് ആ സന്തോഷം അടിപൊളി. അച്ചടി ഭാഷ. അച്ഛന്റെ ഭാഷ. ക്യാമറ തുറന്ന് അച്ഛനോട് വർത്താനം പറയാൻ പറഞ്ഞാൽ അച്ഛൻ ഇതുപോലെ അച്ചടി ഭാഷയിൽ സംസാരിക്കുള്ളൂ, എന്താണെന്നറിയാൻ പാടില്ല. പിന്നെ തമ്പു ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേ ഇല്ല. അവന് ബൈക്കിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കിച്ചാമനെ കൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോയിക്കാൻ തോന്നി. കിച്ചാമന് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. തമ്പുവിനെ ഇങ്ങനെ ഇരുത്തിയൊക്കെ കൊണ്ടുപോകും. ജസ്റ്റ് നമ്മുടെ പറമ്പിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റുള്ളൂ. പക്ഷേ എനിക്ക് അപ്പൂനൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴേക്കും പുറകിൽ ഒരാളിരുന്ന് മുമ്പിൽ ഒരാളിരുന്ന് പിടിച്ച് അങ്ങനെയൊക്കെ കാര്യമായിട്ടേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. പക്ഷേ കിച്ചാൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാ കാര്യമായിട്ട് പുള്ളി കൊണ്ടുപോയിക്കോളും. തമ്പു ആണെങ്കിലും അവന് ഈ ബൈക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം, അള്ളി പിടിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കേക്ക് മുറിക്കാന്ന് പറഞ്ഞ് എല്ലാവരും ഊതട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday, Asana. Happy birthday to you. അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. 9 മണിയൊക്കെ ആയി. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടത് എല്ലാവരും നിർത്തി വെക്കണത്. മീൻകറി ഉണ്ട്, മോര് കാച്ചിയതുണ്ട്, സാലഡ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, ബീഫ് ഉണ്ട്, ആൻഡ് ഓൾസോ മീൻ വറുത്തതുണ്ട്, നമ്മുടെ റൈസുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്ത് വെച്ച അമ്മതേ ഇവിടെ ഭയങ്കര കാര്യമായി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ രമ്യ ചേച്ചിയും ചിങ്കിച്ചേട്ടനും കേശുവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ദേ ഇവിടെ എല്ലാം എടുത്തു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും കൂടി ബാക്കി എല്ലാവരും കൂടി കളിയും ചിരിയും വർത്താനം ഒക്കെ ആയിട്ട് ഫുൾ അടിച്ചുപൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടായി തന്നെ ഇത്രയും പേരുണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമാണല്ലേ. പോവാറായപ്പോഴേക്കും കരണ്ടും പോയി കേട്ടോ. ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാണ്ടിരുന്ന ഒരു പിറന്നാളായിരുന്നെങ്കിലും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ദ ഡേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് പേര് നിങ്ങളും ഓൺലൈനായിട്ട് ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സമയം എടുത്ത് വിഷ് ചെയ്യാൻ എടുത്ത സമയം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നിങ്ങളെല്ലാവരും ഓർക്കണുണ്ടല്ലോ എൻ്റെ കാര്യം എന്നുള്ളതിൽ. സോ താങ്ക് യു സോ മച്ച് എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഈ ഒരു സന്തോഷം നിങ്ങൾക്കും സന്തോഷമാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.